اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان والأخوات، أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറ്റവും സ്നേഹധന്യരായ സത്യവിശ്വാസിനി സഹോദരൻ, നാം ഏവരെയും സൃഷ്ടിച്ച് പരിപാലിച്ച് സംവിധാനിച്ച് നമുക്കെല്ലാം ആവശ്യമുള്ളതും അതിലധികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ എല്ലായ്പ്പോഴും നമ്മളുടെ മേൽ വർഷിച്ച് നമ്മളുടെ എല്ലാം കൃത്യമായിട്ടുള്ള അവധി എത്തുമ്പോൾ നമ്മളെ അവനിലേക്ക് തന്നെ മടക്കുവാൻ കഴിവുള്ളവനാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിൻ പരമാവധി കാത്തു സൂക്ഷിക്കണമേ എന്ന് ആദ്യം എന്നെയും ശേഷം നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുന്നു. അതർഹിക്കുന്ന ഗൗരവത്തോടെ തന്നെ വസിയത്തും ചെയ്യുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, രാവിലെയും വൈകുന്നേരവും ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ശീലമാക്കേണ്ടുന്ന ദിക്റുകൾക്കാണ് അദ്കാറുസ് സബാഹ്, അദ്കാറുൽ മസാ എന്ന് പറയാം. രാവിലെ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശം സുബഹി നമസ്കാരത്തിന് ശേഷം ഉദയം വരെ. വൈകുന്നേരം എന്ന് പറയുന്നത് ഉദ്ദേശം അസ്ർ നമസ്കാരത്തിന് ശേഷം അസ്തമയം വരെ. എന്നാൽ ഈ സമയം കഴിഞ്ഞും നമുക്ക് വേണമെങ്കിൽ ആ ദിക്റുകളൊക്കെ ചൊല്ലാവുന്നതാണ്. അവ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഒരടിമയും അള്ളാഹുവും തമ്മിലുള്ള ബന്ധം അത്രമേൽ ഊട്ടിയുറപ്പിക്കുന്ന ദിക്റുകളാണ് ഓരോന്നും എന്ന് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ എത്ര പേർ അത് ശീലമാക്കാറുണ്ട്? രാവിലെ സുബഹി നമസ്കാരത്തിന് ശേഷം ഒരല്പനേരം നമുക്ക് പള്ളിയിൽ ഇരുന്നാൽ എത്ര വലിയ പ്രതിഫലമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ടാകും, രാവിലെ സുബഹി നമസ്കാരത്തിന് ശേഷം അസ്തമയ സമയം വരെ അള്ളാഹുവിനെ ദിക്ർ ചെയ്തുകൊണ്ടിരുന്ന 2 റക്അത്ത് നമസ്കരിച്ചാൽ ഹജ്ജും ഉംറയും ചെയ്ത് പ്രതിഫലമുണ്ട്. പല ആളുകളും ആ വിഷയത്തിൽ വിമർശനങ്ങൾ കൊണ്ടുവരാറുണ്ട്. കാരണം അത് പല രീതിയിലും വ്യത്യസ്തമായിട്ടുള്ള റിപ്പോർട്ടുകളിലൂടെ വന്നതുകൊണ്ട് അതിൽ ചില സംശയങ്ങൾ ഉന്നയിക്കാറുണ്ട് ചില ആളുകൾ. പക്ഷേ സ്വഹീഹായിട്ടുള്ള റിപ്പോർട്ടുകളിലൂടെ മറ്റു ശവാഹിദുകളിലൂടെയും അത് വന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇനി അതൊന്നും കിട്ടിയിട്ടില്ല, ഹജ്ജും ഉംറയുടെയും പ്രതിഫലം കിട്ടിയിട്ടില്ലെങ്കിൽ തന്നെയും അത്രയും സമയം നമ്മൾ അള്ളാഹുവിന്റെ ഭവനത്തിലിരുന്ന് അവനെ ഓർക്കുന്നതിന്റെ ഒരു ശ്രേഷ്ഠത അതെത്രയാണെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുവൈരിയ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ നിന്നും പോവുകയാണ്. സുബഹി നമസ്കാരം കഴിഞ്ഞ അവസ്ഥയിലാണ് പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചു കഴിഞ്ഞ് തിരിച്ചു വന്നു. അത് തിരിച്ചു വരുന്നത് ളുഹാ സമയത്താണ്. ളുഹാ സമയം എത്രയാണെന്ന് നമുക്കറിയാം. ഏകദേശം നമ്മളുടെ സമയം കണക്ക് കൂട്ടിയാൽ ഒരു 10 മണി, അത് കഴിഞ്ഞിട്ടുള്ള ഒരു സമയം. ഇത്രയും സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വരുമ്പോഴും ജുവൈരിയ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയാണ്, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ടവരാണ്. അവിടെ തന്നെ ആ ദിക്റിൽ തന്നെ ഇരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, ജുവൈരിയ, ഞാൻ പോയി തിരിച്ചു വരുന്നത് വരെ നീ ഇതേ അവസ്ഥയിൽ തന്നെയായിരുന്നു? അതായത് സുബഹി നമസ്കാരത്തിന് ശേഷം ളുഹാ സമയം വരെ അവർ മഹദിയായ ജുവൈരിയ റളിയല്ലാഹു അൻഹ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ ആയിരുന്നുവോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുമ്പോൾ അവർ പറയുന്നു അതെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, ഞാൻ ഇവിടെ ഇറങ്ങിയിട്ട് ഞാൻ 4 വാക്കുകൾ 3 തവണ പറഞ്ഞു.
ഞാൻ 4 വാക്കുകൾ 3 തവണ പറഞ്ഞു, അതായിരിക്കും ഇതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. നമുക്കറിയാം അല്ലേ? അപ്പോ ഇവിടെ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയെല്ലാം കാര്യങ്ങളാണ് നമുക്ക് അല്ലാഹുവിലേക്ക് അടുക്കുവാനുള്ള ഏറ്റവും വലിയ ദറജ നമ്മൾക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ആ ദിക്റുകൾ അസ്കാറു സബാഹിലൂടെ നമ്മളൊന്ന് കടന്നു പോകും, അസ്കാറു മസാഹിലൂടെ ഒന്ന് കടന്നു പോകുമ്പോൾ നമ്മൾ അത് ആത്മാർത്ഥമായി നമ്മളുടെ ജീവിതത്തിൽ പകർത്തുമ്പോൾ വലിയ മാറ്റങ്ങൾ നമ്മളുടെ ഈമാനിൽ ഉണ്ടാകും. അതിൽപ്പെട്ട ഒരു ദിക്റിനെ കുറിച്ച് പറയുവാനാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. റളിതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബിമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ. വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന ഒരു ദിക്ർ. അല്ലാഹുവിന്റെ ദിക്ർ കൊണ്ട് മാത്രമേ നമുക്ക് സമാധാനം ഉണ്ടാകൂ. നമ്മളുടെ അലട്ടുന്ന പ്രശ്നം ഏതുമാകട്ടെ, നമ്മളെ അലട്ടുന്ന പ്രയാസം എന്തുമാകട്ടെ, അത് കുടുംബത്തിലോ സാമ്പത്തികമോ ശാരീരികമോ മാനസികമോ ആരോഗ്യപരമോ ഏതുമാകട്ടെ, അള്ളാഹുവിന്റെ ദിക്ർ കൊണ്ട് മാത്രമേ നമുക്ക് സമാധാനം ഉണ്ടാകൂ. കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഇത് ആരോടെങ്കിലും നമുക്ക് പറയാം, ഏറ്റവും അടുത്ത ഒരാളോട് പറയാം. പക്ഷേ നമ്മളുടെ കുടുംബക്കാരുടെ അടുത്ത് അത് നമുക്ക് പങ്കുവെക്കാം. നമുക്ക് വേണമെങ്കിൽ നമുക്ക് ആളുകളോട്, നമ്മളോട് ഏറ്റവും അടുത്തവരെന്ന് തോന്നുന്ന ആളുകളോട് നമുക്ക് നമ്മളുടെ സങ്കടങ്ങൾ പങ്കുവെക്കാം. പക്ഷെ പരിഹാരം എവിടെ നിന്ന് മാത്രമാണ്? അല്ലാഹുവിൽ നിന്ന്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിന്റെ സ്മരണ കൊണ്ട് മാത്രമേ മനസ്സുകൾ ശാന്തമാകൂ. ആ ശാന്തമാകുന്ന അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. ദിക്ർ എന്ന് പറഞ്ഞാൽ കേവലം നാവ് കൊണ്ട് ഒരു വിടുന്ന കുറെ വാക്കുകൾ മാത്രമല്ല, അത് ചുണ്ടിനൊരു വ്യായാമം മാത്രമല്ല, അത് ആത്മാർത്ഥമായി നമ്മളുടെ ഉള്ളിൽ അള്ളാഹുവിന്റെ സ്മരണ കൊണ്ടുവരേണ്ട കാര്യമാണ്. ദിക്ർ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? സ്മരണ. ദിക്ർ കൊണ്ട് നമുക്ക് അള്ളാഹിനെ ഓർമ്മ വന്നിട്ടില്ലെങ്കിൽ അത് ദിക്റാവുന്നില്ല, അതിന്റെ പ്രതിഫലം കിട്ടുന്നില്ല. അള്ളാഹു പഠിപ്പിച്ച കുറെ പ്രതിഫലങ്ങളുള്ള, ഒരുപാട് പ്രതിഫലങ്ങളുള്ള ദിക്റുകളുണ്ടല്ലോ. പ്രതിഫലം കിട്ടും ഇൻഷാ അല്ലാഹ്. ഇതുപോലെ നമസ്കാരത്തിന് ശേഷം 33 തവണ സുബ്ഹാനല്ലാഹ്, 33 തവണ അൽഹംദുലില്ലാഹ്, 33 തവണ അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വലാ കുല്ലി ഷൈഇൻ ഖദീർ 100 തികച്ചാൽ എന്താ പ്രതിഫലം? സമുദ്രത്തിലെ നുരയും പതയും അടങ്ങുന്ന എത്രയുണ്ടാകും അത് അത്ര തന്നെ പാപങ്ങൾ നമുക്കുണ്ടെങ്കിലും അല്ലാഹു അത് പുറത്തു തരും. ഇത് പ്രതിഫലമാണ്. ഇത് സുബ്ഹാനല്ലാഹ് എന്നൊരാൾ മനസ്സിൽ കരുതി അതിന്റെ അർത്ഥം ചിന്തിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ പ്രതിഫലം നമുക്ക് ലഭിക്കും. പക്ഷെ ആ പ്രതിഫലത്തെക്കാൾ വലുതാണ് അതിന്റെ അർത്ഥം ഉൾക്കൊണ്ട് അതിന്റെ ആശയത്തെ കുറിച്ച് നമ്മളുടെ മനസ്സിൽ പ്രതിധ്വനിക്കൊള്ളുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആനന്ദം, അത് അതിനും അപ്പുറം. സഹോദരങ്ങളെ എന്താ നമ്മൾ പറഞ്ഞത്? റളീതു, ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ബില്ലാഹി, അല്ലാഹുവിനെ കൊണ്ട്. റബ്ബ, എന്റെ റബ്ബായിട്ട് ഞാൻ അല്ലാഹുവിനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അപ്പൊ ആരാണ് റബ്ബ്? റബ്ബ് എന്ന് പറഞ്ഞാൽ രക്ഷിതാവ് എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ആരാണ് റബ്ബ്? റബ്ബ് എന്ന് പറഞ്ഞാൽ ഘട്ടം ഘട്ടമായി നമ്മളെ വളർത്തുന്നത്. നമ്മളുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത് പോലെ, ഹൽ അതാ അലൽ ഇൻസാൻ ഹീനം മിനദ് ദഹ്ർ ലം യകുൻ ഷൈഅൻ മദ്കൂറ. പറയാൻ പോലും ഒരു സാധനം പോലും നമ്മളായിരുന്നില്ല. ഇന്ന് നമുക്ക് കൃത്യമായിട്ടുള്ള അഡ്രസ് ഉണ്ട്, കൃത്യമായിട്ടുള്ള വ്യക്തിത്വമുണ്ട്, അസ്തിത്വമുണ്ട്. ഇതൊന്നുമില്ലാത്ത ഒരു സമയം, പറയാൻ പോലും നമ്മളൊരു വസ്തു പോലും ആയിരുന്നില്ലാത്ത ഒരു സമയം കടന്നു പോയിട്ടില്ലേ എന്ന് അല്ലാഹു ചോദിക്കുന്നുണ്ട്. അന്ന് മുതൽ, അവിടെ മുതൽ അല്ല, അതിനു മുൻപ് തന്നെ ആലമുൽ അർവാഹിൽ, റൂഹുകളുടെ ലോകത്ത് നമ്മളുടെ റൂഹിനെ പടച്ചവനാണ്. നമ്മളെ സൃഷ്ടിക്കുന്നതിനും 50,000 വർഷം, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ നമ്മളെ സൃഷ്ടിക്കുന്നതിനും ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ്, ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കുന്നതിനും 50,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അല്ലാഹു എല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അവിടെ മുതൽ, ആലമുൽ അർവാഹ് മുതൽ, നമ്മളുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് നമ്മളെ സന്നിവേശിപ്പിക്കുന്നത് മുതൽ, അതുപോലെ അവിടെ അതിന്റെ ഓരോ ഘട്ടങ്ങളും കടന്ന് ശൈശവവും ബാല്യവും കൗമാരവും യൗവനവും മധ്യവയസ്സും വാർദ്ധക്യവും, അങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായി നമുക്ക് ഏതെല്ലാം സമയത്ത് ആവശ്യമുണ്ടോ അതൊക്കെ നമുക്ക് നൽകി. ഇനി ഇൻഷാ അല്ലാഹ് മരണത്തിന് ശേഷവും നമ്മളുടെ വിധി നിർണയിക്കുന്ന അല്ലാഹ്, അവനാണ് റബ്ബ്. ആ റബ്ബായിട്ട് ഞാൻ അല്ലാഹുവിനെ തൃപ്തിപ്പെട്ടു എന്നാണ്
പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിന്റെ വ്യാഖ്യാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ കുറെ ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ വന്നിട്ട് പറയുന്നു, നിങ്ങളുടെ ഗ്രന്ഥത്തിൽ അല്ലാഹു പറയുന്നുണ്ടല്ലോ, ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബ, ഞങ്ങളുടെ പണ്ഡിതരെയും പുരോഹിതരെയും ഞങ്ങൾ റബ്ബുകളായി സ്വീകരിച്ചു എന്ന് നിങ്ങളുടെ ഗ്രന്ഥത്തിൽ നിങ്ങളുടെ അല്ലാഹു പറയുന്നില്ലേ എന്ന് ക്രൈസ്തവർ ചോദിക്കുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹം പറയുന്നുണ്ട്, എന്നാൽ ഞങ്ങൾ അവരെ റബ്ബായിട്ടൊന്നും സ്വീകരിച്ചിട്ടില്ല എന്നിവർ പറയുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ ഹലാലാക്കുന്നതിനെ നിങ്ങൾ ഹലാലായി കാണാറുണ്ടോ? അവർ പറഞ്ഞു, അതെ. അവർ ഒരു കാര്യം ഹറാമാണെന്ന് പറഞ്ഞാൽ നിങ്ങളത് ചെയ്യാറില്ലല്ലോ? അവർ പറഞ്ഞു, അതെ. എങ്കിൽ അത് തന്നെയാണ് റബ്ബാക്കി. ഇവിടെ നമുക്ക് എന്താ മനസ്സിലായത്? അള്ളാഹുവിനെ നമ്മൾ റബ്ബാക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ അള്ളാഹുവിനെ റബ്ബായി കാണുന്നുവെങ്കിൽ അവൻ ഹലാലാക്കിയത് നമുക്ക് ഹലാലായിരിക്കണം, അവൻ ഹറാമാക്കിയത് നമുക്ക് ഹറാം തന്നെയായിരിക്കണം. അതിൽ നമ്മളുടെ തന്നിഷ്ടങ്ങൾക്കോ ദേഹേച്ഛകൾക്കോ യാതൊരു സ്ഥാനമില്ല. റളീതു ബില്ലാഹി റബ്ബ, എന്റെ അള്ളാഹുവിനെ റബ്ബായിട്ട് ഞാൻ തൃപ്തിപ്പെട്ടതാണ്. റബ്ബ് എന്ന് പറയുമ്പോൾ അതിന് കുറെ കൂടി അടുപ്പമുണ്ട്. എന്റെ റബ്ബ് എന്നുള്ള ഒരു വാക്ക് അത് അള്ളാഹുവിനോടുള്ള നമ്മുടെ അടുപ്പത്തെ കാണിക്കുന്നു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം നമുക്കറിയാമല്ലോ, ഫിറഔന്റെ അടുക്കൽ നിന്ന് ഓടി വന്നു. എന്ത് കണ്ട് കയ്യിൽ ഉടുതുണിക്ക് മറുതുണി മാത്രമായി കൊണ്ടാണ് ഓടി വരുന്നത്. ആ സമയം മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ ഒന്നും അറിയില്ല, എന്താണ് ചെയ്യേണ്ടത്, എവിടേക്കാണ് പോകേണ്ടത് ഒന്നും അറിയില്ല. മദീനയിലെത്തി. നമുക്കറിയാവുന്നതുപോലെ ഷുഐബ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ 2 പെൺമക്കളെ കണ്ടുമുട്ടി അവർക്ക് സഹായം ചെയ്തു. അവർ ആടിന് വെള്ളം കൊടുക്കാൻ ബുദ്ധിമുട്ടുന്നു. പുരുഷാരത്തിനിടയിൽ ആ കിണറിനടുത്തേക്ക് അവർക്ക് പോകാൻ കഴിയുന്നില്ല. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ചെന്ന് അവരെ സഹായിച്ചു, അവർക്ക് വെള്ളം എടുത്തു കൊടുത്തു. എന്നിട്ട് ഒരു മരത്തണലിലേക്ക് മാറിയിരുന്നു. പറഞ്ഞു, റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. റബ്ബേ എന്ന് വിളിച്ചു. റബ്ബി, അള്ളാഹുവിനോട് ഏറ്റവും അടുക്കുന്ന സമയത്തുള്ള നമ്മളുടെ വിളിയാണ് റബ്ബി. എന്റെ റബ്ബേ, എന്റെ റബ്ബേ എന്നുള്ള വിളി. റബ്ബി ഇന്നി, തീർച്ചയായിട്ടും എന്റെ റബ്ബേ, നീ ഇറക്കി തരുന്ന ഏതൊരു സഹായത്തിനും ഞാനിപ്പോൾ ആവശ്യക്കാരനാണെന്ന് പറയാം. എന്നിട്ട് അള്ളാഹു നല്ലൊരു ജീവിതം കൊടുത്തു. നബിയായി തിരഞ്ഞെടുത്തു. ഭക്ഷണം ഉണ്ടായിരുന്നില്ല, ഭക്ഷണം കൊടുത്തു. അദ്ദേഹത്തിന് തങ്ങുവാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല, അത് കൊടുത്തു. ഭാര്യയെ കൊടുത്തു, കുടുംബത്തെ കൊടുത്തു, ജോലി കൊടുത്തു. അതുപോലെ എല്ലാം അള്ളാഹു. അപ്പൊ റളീതു ബില്ലാഹി റബ്ബ, എന്നെ അള്ളാഹുവിനെ റബ്ബായിട്ട് ഞാൻ തൃപ്തിപ്പെട്ടു എന്നുള്ള കാര്യമാണ് നമ്മളോട് പറയുന്നത്. അള്ളാഹുവിനെ റബ്ബായിട്ട് നമ്മൾ തൃപ്തിപ്പെടുന്നുണ്ടെങ്കിൽ അള്ളാഹു നമ്മളോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, താല്പര്യം കാണിക്കും. അത് ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യത്തിൽ നീങ്ങരുത്. അങ്ങനെ വരുമ്പോൾ അള്ളാഹുവിന് നമ്മളോടുള്ള ഇഷ്ടം വല്ലാതെ കൂടും. അള്ളാഹുവിന് നമ്മളെ ഇഷ്ടപ്പെട്ടാൽ പിന്നെ അത് മതി. ഈ ദുനിയാവിൽ വേറെ നമുക്കൊന്നും വേണ്ട. ഈ ദുനിയാവിൽ പിന്നെ നമ്മളെ ഒന്നും ബാധിക്കുകയില്ല. റളീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന, ദീനിനെ ഞാൻ ഇസ്ലാം തന്നെ ഞാൻ ദീനായിട്ട് തൃപ്തിപ്പെട്ടു. ഇസ്ലാമിനെ ദീനായിട്ട് തൃപ്തിപ്പെട്ടു എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ട്? ആ ഇസ്ലാം അനുസരിച്ച് ജീവിക്കണം എന്നുള്ളൊരു നിബന്ധന പിന്നെയുണ്ട്. ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ പ്രയാസം ഏറി വരുന്ന കാലമാണ്. നമ്മളുടെ അടുത്ത് തന്നെ ഉണ്ടായ സംഭവം നമുക്കറിയാം. ഇസ്ലാമിക വസ്ത്രധാരണം അത് അനുവദിക്കാത്തതിനെ തുടർന്ന് ഒരു കുട്ടി സ്കൂള് മാറുക തന്നെ ചെയ്യും. പറ്റുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സമയം വന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അതിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. യഥാർത്ഥ ഇസ്ലാം സ്വീകരിച്ച് ജീവിക്കണമെങ്കിൽ കയ്യിൽ തീക്കനൽ പിടിച്ചതുപോലെയാണ് എന്ന് പറഞ്ഞ അവസ്ഥയിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെ അതിനു വേണ്ടി, ഇസ്ലാമിന് വേണ്ടി എന്തും ത്യജിക്കാൻ ഞാൻ തയ്യാറാണ് എന്നുള്ള പ്രഖ്യാപനമാണ്. ഇസ്ലാമിന് വേണ്ടി ഈ സ്കൂളല്ല, എനിക്ക് വേറെ സ്കൂൾ ഉണ്ടായാലും കുഴപ്പമില്ല എന്ന് ഒരു പിതാവ് മകൾക്ക് വേണ്ടി തീരുമാനമെടുക്കുകയാണ്, അല്ലെങ്കിൽ മകൾ തീരുമാനമെടുക്കുകയാണ്. സഹോദരങ്ങൾ, ഇതാണ് പരീക്ഷണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ മുമ്പിലൂടെ ജീവിതത്തിലെ ഒരുപാട് നമ്മളുടെ അനുഭവങ്ങൾ, നമ്മളുടെ ദൈനംദിന ജീവിതത്തിലെ നമ്മൾ നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ഇതിലൂടെയെല്ലാം നമ്മളുടെ ഇസ്ലാമിനെ പരീക്ഷിക്കപ്പെടുകയാണ്. അപ്പോൾ ഇസ്ലാം ദീനാണ് എന്ന് ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ഇസ്ലാം അനുസരിച്ച് ജീവിക്കണം. നമ്മളുടെ ജീവിതം അനുസരിച്ച് ഇസ്ലാമിനെ ശരിയാക്കലല്ല, അത് നടക്കില്ല. അള്ളാഹുവിന്റെ അടുക്കൽ ദീൻ എന്ന് പറഞ്ഞാൽ ഇസ്ലാം മാത്രമാണ്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ കൃത്യമായി പ്രഖ്യാപിച്ചതുപോലെ ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു.
ആരെങ്കിലും ഇസ്ലാമില്ലാത്ത വേറൊരു ദീനം കൊണ്ടുവരാൻ ശ്രമിച്ചാൽ അത് സ്വീകരിക്കപ്പെടില്ല. മാത്രമല്ല ആഖിറത്തിൽ അവർ നഷ്ടക്കാരുമായിരിക്കും. അതുകൊണ്ട് ഇസ്ലാമിനെ നമ്മൾ ചുറ്റിമിരിക്കാൻ നോക്കണ്ട. ഇസ്ലാം എങ്ങനെയാണോ അതുപോലെ തന്നെ സ്വീകരിച്ചത്, ആ ഇസ്ലാമിനെ അതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിലേക്ക് എടുക്കാൻ നോക്കൂ. നമുക്ക് അന്തസ് ഉണ്ടാവും, ഇസ്സത്ത് ഉണ്ടാവും. നമുക്ക് ജീവിതത്തിൽ പറയാൻ ഒരു മുസ്ലിം ആണ് ഞാൻ എന്ന് പറയാനുള്ള ഒരു ആർജവം നമുക്കുണ്ടാകും. അല്ലാത്തിടത്തോളം മുസ്ലിം ആകുന്നത് ഒരു അപകർഷതയായി തോന്നും. എന്തുകൊണ്ടാണ് ഈ ആധുനിക സമൂഹത്തിൽ അധികം ആളുകളും ചിന്തിക്കുന്ന രീതിയിലല്ലല്ലോ എന്റെ ചിന്താഗതി എന്നൊരു അപകർഷത നമുക്ക് തോന്നാൻ പാടില്ല. കാരണം നമ്മൾ മുസ്ലിങ്ങളാണ്. നിങ്ങൾ ഉന്നതരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഉന്നതർ. അപ്പോൾ ഇസ്ലാമിനെ ദീനായിക്കൊണ്ട് ഞാൻ തൃപ്തിപ്പെടുകയാണ് എന്ന് പ്രഖ്യാപനമാണ്. അതുപോലെ തന്നെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ എന്തായി നബിയായിട്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബി റസൂൽ എന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നത് എന്താണോ അതേപോലെ എടുക്കാൻ നമുക്ക് പറ്റണം. നമുക്ക് എന്തിനാണ് അതിലൊരു അപകർഷത? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സുന്നത്തുകളോട് ഒരു അവഗണന എന്തിനാണ് നമുക്ക്? കാരണം ഏറ്റവും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികളിൽ ഏറ്റവും അഷ്റഫുൽ ഖൽഖാണ് റസൂലുള്ളാഹി. സംശയമുണ്ടോ നമുക്ക് കാര്യത്തിൽ? അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ എന്തെല്ലാം സൃഷ്ടികളുണ്ടോ അവരിലൊക്കെ ഏറ്റവും ശ്രേഷ്ഠനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ജീവിതചര്യ പിൻപറ്റുന്നതിൽ ചാണിന് ചാണായി പുഴത്തിന് പുഴമായി ജീവിതത്തിൽ സ്വീകരിക്കാൻ നമുക്ക് എന്ത് ന്യായമാണ് സ്വീകരിക്കാതിരിക്കാൻ? അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ സുന്നത്തിനെ മുറുകെ പിടിക്കുന്നവരാണ്. സുന്നത്തിനെ അവഗണിച്ചുകൊണ്ടൊരു ജീവിതം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. സുന്നത്തിനെ അവഗണിക്കുന്നത് ദീനിന്റെ നാശത്തിന് കാരണമായി. അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് അത് അന്തസ്സോട് കൂടി ചേർത്ത് പിടിക്കണം. എന്റെ നേതാവാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഞങ്ങൾക്ക് വളരെ നിസ്സാരമായ കാര്യം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. നിങ്ങളുടെ കണ്ണിൽ വളരെ നിസ്സാരമായ കാര്യം പോലും എന്ന് ഉമർ റളിയല്ലാഹു അൻഹു യഹൂദരോട് പറഞ്ഞതുപോലെ നമുക്ക് അന്തസ്സോടുകൂടി പറയാൻ കഴിയണം, എന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്ത് അത് ഞാൻ അന്തസ്സോടുകൂടി എടുക്കും. എന്റെ നേതാവാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ മാതൃകയാണ്. അല്ലെ, ആ ജീവിതം ഒന്ന് പഠിച്ച് ആരും അത് സമ്മതിക്കാതിരിക്കുകയില്ല. നമ്മളത് പഠിക്കുന്നില്ല. പലപ്പോഴും മുസ്ലിങ്ങളല്ലാത്തവരത് പഠിക്കുന്നു, മനസ്സിലാക്കുന്നു. എന്നാൽ അത് പഠിച്ചത് കൊണ്ട് അവർക്ക് ഒരു ഉപകാരവുമില്ല. നമ്മൾ ഉപകാരമുള്ളവരാകട്ടെ അവർക്ക് പഠിക്കുന്നുമില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്. അവിടുത്തെ ചരിത്രം നമ്മളൊന്ന് പഠിച്ചു നോക്കണം. നമ്മളൊന്ന് അതിലൂടെ കടന്നുപോയി നോക്കണം. അത് എത്രമാത്രം മഹത്തായ ത്യാഗങ്ങളായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന് വേണ്ടി സഹിച്ചത് നമ്മൾക്ക് ബോധ്യമാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, എനിക്ക് കൊതിയാവുകയാണ്. സഹാബാക്കളോടാണ് പറഞ്ഞത്, എനിക്ക് കൊതിയാകുന്നു എന്റെ സഹോദരങ്ങളെ കാണാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത് സ്വഹാബാക്കൾ ചോദിക്കുന്നു, ഞങ്ങളല്ലേ റസൂലേ അവിടുത്തെ സഹോദരങ്ങൾ? അപ്പോൾ പറഞ്ഞു, അല്ല, നിങ്ങൾ എന്റെ അസ്ഹാബാണ്, നിങ്ങൾ എന്റെ കൂട്ടുകാരാണ്, നിങ്ങൾ എന്റെ കൂടെയുള്ളവരാണ്. പക്ഷേ ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത് എനിക്ക് ശേഷം എന്നിൽ വിശ്വസിക്കുന്ന കുറെ സഹോദരങ്ങളുണ്ട്. എന്നെ കണ്ടിട്ടില്ലെങ്കിലും അവർ എന്നെ സത്യപ്പെടുത്തും. ഞാൻ കൊണ്ടുവന്ന ഈ ദീനിനെ മുറുകെ പിടിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ അന്നേ ദിവസം, ഏത് ദിവസം, ഒരു കാലം വരും ഈ ദീൻ അത് അറിയപ്പെടാത്ത രീതിയിലേക്ക്, ദീനിന്റെ പല ചിഹ്നങ്ങളും അതൊരു അപരിചിതമായി, അല്ലെങ്കിൽ ദീനിനെ മുറുകെ പിടിച്ച് യഥാർത്ഥ ദീനനുസരിച്ച് ജീവിക്കുന്ന ആളുകളെ അരികുവൽക്കരിക്കുന്ന അവസ്ഥ വരും. അന്ന് അങ്ങനെ അപരിചിതരാക്കി മാറ്റി നിർത്തപ്പെടുന്നവർക്കാണ് സന്തോഷ വാർത്ത. എന്റെ സുന്നത്ത് മുറുകെ പിടിച്ച് ആളുകൾ നശിപ്പിച്ചു കളഞ്ഞ എന്റെ സുന്നത്തിനെ നന്നാക്കി തിരിച്ചു കൊണ്ടുവന്ന ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കുന്നവരാണവർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ കൂട്ടരിൽ നമുക്കായി മാറണ്ടേ? എത്ര കാലം? പറഞ്ഞതുപോലെ എത്ര നാളെങ്ങനെ പോകും മനുഷ്യ? നാളെ 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 എന്ന് പറഞ്ഞ് നീട്ടിവെച്ചുകൊണ്ട്, അതുപോലെ തന്നെ മറവിയിലും അശ്രദ്ധയിലും നീ എത്ര നാളെങ്ങനെ നീട്ടിക്കൊണ്ടുപോകും? അള്ളാഹുവിന്റെ അടുക്കിലേക്ക് എത്തണ്ടേ നമുക്ക്? മരിച്ചു പോകണ്ടേ നമുക്ക്? അതിനുള്ളിൽ നമുക്ക് ഈ രീതിയിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തും യഥാർത്ഥ ദീനും അനുസരിച്ച് ജീവിക്കണ്ടേ നമുക്ക്? ആളുകളോട് പറയുമ്പോ ജീവിച്ചു പോകണ്ടേ എന്ന് പറയാറുണ്ടല്ലേ? നമുക്ക് മരിച്ചു പോകണ്ടേ എന്നുള്ള ചിന്ത നമുക്ക് വരണ്ടേ സഹോദരങ്ങളെ? മരണത്തിന്
മുമ്പായി അള്ളാഹുവിന്റെ ദീനിനെ യഥാർത്ഥ രീതിയിൽ ഉൾക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ നിങ്ങൾ മരിക്കുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് മോശം വിചാരമുണ്ടായി മരിക്കരുത്. അള്ളാഹിനെ കുറിച്ച് ഏറ്റവും നല്ല വിചാരം, അള്ളാഹിനെ കുറിച്ച് അറിഞ്ഞ രീതിയിൽ, യഥാർത്ഥമായി അറിഞ്ഞ രീതിയിലായിരിക്കണം നിങ്ങളുടെ ജീവിതം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളുടെ അറിവെന്താണ് അള്ളാഹുവിനെ കുറിച്ച്? ആലോചിച്ച് നോക്കൂ. അള്ളാഹുവിനെ കുറിച്ചുള്ള പഠനം എവിടെയാണ്? അള്ളാഹിനെ കുറിച്ച് എന്തറിയാം? നമുക്ക് എന്തൊക്കെ അറിയാം? മഅരിഫത്തുല്ലാഹ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ജ്ഞാനം അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? അസ്മാ വ സിഫാത്ത് പഠിക്കുന്നതിലൂടെയാണ്. എത്ര അസ്മാ നമുക്കറിയാം? അള്ളാഹിന്റെ എത്ര നാമങ്ങൾ, എത്ര ഗുണവിശേഷങ്ങൾ അറിയാം? അള്ളാഹുവിനെ കുറിച്ചൊന്ന് നിർവചിക്കാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ നിർവചനം പോട്ടെ നമുക്ക് സാധിക്കുകയില്ല. അള്ളാഹിനെ കുറിച്ചൊന്ന് വിശേഷിപ്പിക്കാൻ പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ പറയാനുണ്ട്? നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കും, അള്ളാഹിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതിൽ നമ്മൾ എവിടെയാണ്? അപ്പൊ ആ രീതിയിൽ ദീൻ യഥാർത്ഥത്തിൽ പഠിച്ച് അള്ളാഹു എന്താണോ ഇവിടെ ഉദ്ദേശിച്ചത്, അള്ളാഹു ദീൻ ഇറക്കിയതുകൊണ്ട് എന്തുദ്ദേശമാണോ അള്ളാഹുള്ളത്, അത് നിറവേറ്റുന്നതാണ് നമ്മളുടെ കടമ. അതിനുവേണ്ടിയാണ് റബ്ബ് നമ്മളെ സൃഷ്ടിച്ചത്, അതിനുവേണ്ടി മാത്രമാണ് എന്നുള്ളത് നമ്മൾ ഓർക്കുക. ഈ റളിതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യ എന്ന് 3 തവണ നമ്മൾ പറഞ്ഞാൽ നമുക്ക് എന്താ ലഭിക്കാനുള്ളതെന്ന് അറിയുമോ സഹോദരങ്ങളെ? വജബത് ലഹുൽ ജന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവന് സ്വർഗ്ഗം നിർബന്ധമാണ്. ഇത് നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാണ്. രാവിലെയും വൈകുന്നേരവും നമ്മൾ 3 തവണ വീതം പറയണം. റളിതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യ. വെറും പറച്ചിലല്ല, ഹൃദയത്തിൽ തൊട്ട പറച്ചിലായിരിക്കണം. അതിനനുസൃതമായിരിക്കണം നമ്മളുടെ ജീവിതം. ഓരോ രംഗവും അതിനനുസരിച്ച് ശുദ്ധീകരിക്കണം. കൃത്യമായിട്ടുള്ള ശുദ്ധി നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആത്മശുദ്ധിയും ചാരിത്രശുദ്ധിയും സാമ്പത്തിക വിശുദ്ധിയും, അങ്ങനെ എല്ലാ രംഗത്തും വിശുദ്ധി ഉണ്ടാകണം. അതുകൊണ്ട് മാത്രമേ രക്ഷയുള്ളൂ. അതിനെ, ആ ആത്മാവിനെ സംശുദ്ധമാക്കിയവനെ വിജയമുള്ളൂ. അതിനെ മോശപ്പെടുത്തിയവൻ പരാജയപ്പെട്ടു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ നമ്മൾ ആ രീതിയിൽ പരമാവധി ശുദ്ധിയിലേക്ക് മടങ്ങുക, പാപങ്ങൾ വെടിയുക, ഹറാമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വെടിയുക. അങ്ങനെയുള്ളിടത്തോളം അള്ളാഹുമായി നല്ല ഒരു ബന്ധം കൊണ്ടുവരാൻ നമുക്ക് കഴിയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് വെടിയാൻ പറഞ്ഞ കാര്യങ്ങൾ ചെറുതാണെങ്കിലും അതൊക്കെ ഒന്ന് വെടിഞ്ഞു നോക്കൂ. നമ്മൾ അള്ളാഹുമായുള്ള ബന്ധം ഇങ്ങനെ വളരെ നല്ല രീതിയിൽ ആകുന്നത്, അതിന്റെ ആനന്ദം നമുക്ക് ആസ്വദിക്കാൻ കഴിയും. ആ അവസ്ഥയിലേക്ക് നമ്മളായി മാറേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാത്തു വസ്സലാമു അലാ നബിയിൽ മുസ്തഫാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അഹ്ലിൽ വഫാ വതാബിഈൻ വമൻ ബിഹുദാഹും ഇഖ്തഫാ. ഏറ്റവും നിറഞ്ഞ സത്യവിശ്വാസി സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിൽ പരമാവധി കാത്തു സൂക്ഷിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. ഈ ദിക്ർ, നമ്മൾ സൂചിപ്പിച്ച ഈ ദിക്ർ അൽ ഉസൂലുൽ സലാസ എന്ന പേരിൽ പഠിപ്പിക്കപ്പെടാറുണ്ട്. 3 അടിസ്ഥാന തത്വങ്ങൾ എന്നാണ്. ഈ 3 ചോദ്യങ്ങൾക്കുള്ള 3 ഉത്തരങ്ങളാണ്. എപ്പോഴാണ് ഈ ചോദ്യം ഉണ്ടാവുക? നമ്മളെ ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കുമ്പോൾ മൻ റബ്ബുക എന്ന് ചോദിക്കും. അല്ലാഹു റബ്ബി എന്ന് പറയാൻ സാധിക്കണം. മാ ദീനുക എന്ന് ചോദിക്കും. നിന്റെ ദീൻ ഏതാണ്? അൽ ഇസ്ലാമു ദീനി, ഇസ്ലാമാണ് എന്റെ ദീൻ. മൻ നബിയുക, നിന്റെ നബി ആരാണ്? മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയി എന്ന് പറയാൻ സാധിക്കണം. ഇതെപ്പോഴാണ് സാധിക്കുക? അതിനൊരു ഉസ്താദ് എല്ലാ ഖബറുകൾക്കും കഴിഞ്ഞ് ആ ഖബറിന്റെ മുകളിൽ ചാരത്തിരുന്നുകൊണ്ട് ഇതിങ്ങനെ പറഞ്ഞു കൊടുത്തതുകൊണ്ട് കിട്ടില്ല. അത് കിട്ടണമെങ്കിൽ ജീവിതത്തിൽ അതുണ്ടാകണം. എന്റെ റബ്ബ് അല്ലാഹുവാണ്, അവന്റെ എല്ലാ വിധിവിലക്കുകളും എന്നിൽ നിർബന്ധമാണ്, അതെന്നിൽ നടപ്പാകണം, അത് ഞാൻ നെഞ്ചേറ്റണം, ഇതെന്റെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന നിഷ്കർഷയോടെ ജീവിച്ചവർക്കേ അല്ലാഹു റബ്ബി എന്ന് പറയാൻ സാധിക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ അനുധാവനം ചെയ്ത് അവിടെ നിന്ന് കൊണ്ടുവന്ന ഈ ദീനിനെ മുറുകെ പിടിച്ച് അതിനനുസൃതമായി ജീവിതം ചിട്ടപ്പെടുത്തിയാലേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബി എന്ന് പറയാൻ സാധിക്കൂ. അൽ ഇസ്ലാമു ദീനി എന്ന് പറയണമെങ്കിലും അതുപോലെ തന്നെ അല്ലാഹു റബ്ബി എന്ന് പറയണമെങ്കിലും എല്ലാം അതിൻ്റെതായിട്ടുള്ള രീതികളുണ്ട്. അത് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ നമുക്കത് പറയാൻ സാധിക്കില്ല. അത് പറയാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവിടെ നിന്ന് തുടങ്ങുകയാണ് അയാളുടെ ദൗർഭാഗ്യം. മലക്കുകൾ വലിയ ഇരുമ്പിന്റെ ദണ്ടുകൊണ്ട് അയാളുടെ തലയിൽ ആഞ്ഞു പ്രഹരിക്കുകയും അയാളുടെ അട്ടഹാസം, ആർത്തനാദം എല്ലാ സൃഷ്ടികളും കേൾക്കും, മലക്കുകളും ജിന്നുകളും ഒഴുകി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അവിടെ നിന്ന് തുടങ്ങുകയാണ് അയാളുടെ ദൗർഭാഗ്യം.
അവിടെ നിന്നും നശിക്കും, അവിടെ നിന്നും നഷ്ടപ്പെടും, എല്ലാം അവിടെ നിന്ന് തുടരുകയാണ്. സഹോദരങ്ങളെ, അവിടെ വരെയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു പെരുമനടിക്കൽ. ഈ ദുനിയാവിൽ പെരുമനടിച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവരെക്കാൾ മേന്മയുള്ള ജീവിതം ജീവിക്കണം, ഈ ദുനിയാവ് വളരെ നല്ല രീതിയിലാക്കണം എന്ന് നമ്മൾ അതിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥ ലക്ഷ്യം നമ്മൾ മറന്നു പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ്, അങ്ങനെ മറന്നു പോകുന്നവരായി നിങ്ങൾ മാറിയിരിക്കുന്നു. ഏതുവരെയുള്ളൂ? ഖബർ നിങ്ങൾ കാണുന്നവരെയുള്ളൂ, മരിച്ച് ഖബറിന്റെ അടുക്കലേക്ക് എത്തുന്നവരെയുള്ളൂ. അത് കഴിഞ്ഞാൽ എല്ലാം തീർന്നു. സഹോദരങ്ങളെ, അതിനു മുമ്പായി, മരണത്തിന് മുമ്പായി അള്ളാഹുവിന്റെ ദീനിനെ മുറുകെ പിടിക്കുക. എല്ലാ മേഖലയിലും അള്ളാഹുവിന്റെ കൽപ്പനകൾ മാത്രം അനുസരിക്കുക. അള്ളാഹുവിന്റെ ദീൻ എല്ലാ രംഗത്തും നടപ്പിൽ വരുത്തുക. കുടുംബത്തിലും നമ്മളുടെ സ്വന്തം വ്യക്തി ജീവിതത്തിലും നമ്മളുടെ കൂട്ടുകാർക്കിടയിലും ബന്ധങ്ങൾക്കിടയിലും പരമാവധി അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക, അതിന്റെ പ്രചാരകരാകുക. സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ സകല പാപങ്ങളും അവന്റെ അപാരമായ പുറത്തു മാപ്പാക്കി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും മരിച്ചു മൺമറഞ്ഞു പോയിട്ടുള്ള മാതാപിതാക്കൾ, ബന്ധുമിത്രങ്ങൾ, കുടുംബങ്ങൾ, ഗുരുനാഥർ, സ്നേഹിതർ തുടങ്ങി നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും അല്ലാഹു അവരുടെ കബറിടങ്ങളെ വിശാലമാക്കുകയും അവരെ നമ്മളെയും അവന്റെ ജന്നത്തുൽ ഫിർദൗസിൽ ഒന്നിച്ചു കൂട്ടുകയും അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ പല നിലക്കും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സഹോദരങ്ങളുണ്ട്. ഏത് നിലക്കുമുള്ള പ്രയാസമാവട്ടെ, അവരുടെ എല്ലാ മനോവ്യഥ അറിയുന്ന അല്ലാഹു അവർക്ക് എല്ലാ തരത്തിലുള്ള ശിഫയും സൗഖ്യവും ആരോഗ്യവും നൽകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين في فلسطين وأذل الشرك والمشركين. اللهم دمر أعداءك وأعداء الدين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك